കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്നത് കൊടും ക്രൂരതയെന്ന് രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ എം പി. പരിചിതമല്ലാത്ത ഭാഷയിൽ പേരും നിറവും നൽകിയില്ലെന്ന് പറഞ്ഞ് 637 കോടി രൂപയാണ് കേരളത്തിന് തടഞ്ഞത്. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പേരിലും ജനങ്ങളെ ശിക്ഷിക്കുകയാണ് കേന്ദ്രമെന്നും വി ശിവദാസൻ പറഞ്ഞു. What is the vision for the development of health sector? In health sector, Kerala is the most advanced state in India. The development of Kerala society is equivalent to the developed countries. Because of that, they are trying to punish the people of Kerala. ആരോഗ്യമേഖലയെക്കുറിച്ചുള്ള ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്താണ് കേന്ദ്രത്തിനെതിരെ രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ ആഞ്ഞടിച്ചത്. രാജ്യത്തെ പൊതു ആരോഗ്യസ്ഥിതി അത്യന്തം അപകടാവസ്ഥയിലാണ്. ശിശുമരണ നിരക്ക് രാജ്യത്ത് കൂടുകയാണ്. ശരിയായ വൈദ്യസഹായം കിട്ടാത്തതാണ് ഇതിന് കാരണം. പ്രതിമ നിർമ്മാണത്തിന് ചെലവഴിക്കുന്ന തുക പോലും ആരോഗ്യമേഖലയ്ക്ക് നൽകുന്നില്ലെന്നും ഡോക്ടർ വി ശിവദാസൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ആരോഗ്യമേഖല മികച്ച പുരോഗതി കൈവരിച്ചു. വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ നേട്ടമാണ് കേരളം കൈവരിച്ചത്. ആ മികച്ച നേട്ടത്തിന്റെ പേരിലും കേന്ദ്രം കേരളത്തെ ശിക്ഷിക്കുകയാണ്. കേന്ദ്ര സഹായം ലഭിക്കാൻ പിന്നോക്ക സംസ്ഥാനമാകണമെന്നാണ് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത്. മികച്ച രീതിയിലാണ് കേരളത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നാണ് നിബന്ധന. പരിചിതമല്ലാത്ത മറ്റൊരു ഭാഷയിൽ ബോർഡും ഇതിന് പ്രത്യേക നിറവും കൽപ്പിക്കുകയാണ്. അത് ചെയ്യാത്തതിന്റെ പേരിൽ 637 കോടി രൂപ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഇത് കേരളത്തോടുള്ള കൊടും ക്രൂരതയാണെന്നും ഡോക്ടർ വി ശിവദാസൻ എം പി പറഞ്ഞു. Lot of irrational conditions on Kerala for getting the funds. Do you know what are the conditions? They are not asking for more doctors. They are not asking for better health care medicines or infrastructure, but they have asked to change the name of the board in health centers. We Malayalis called the primary health center Prathamika Arogya Kendram. They told, don't use Malayalam board. But ask us to put another board in another language with which we are not familiar. They are targeting our culture, targeting our language. They need to change color. They need to change the board and language. But they are not ready to provide money for changing scanning machines and X-ray machines in the hospitals. Their name change and color change is their hobby. So they have not released 637 crore rupees in the name of color change and language change. It is acting cruelty shown to the people of Kerala. Till now, they did not consider our request for aims. ആശാവർക്കർമാരുടെ സമരത്തിന് വലിയ പിന്തുണയാണ് ഒരു കേന്ദ്രമന്ത്രി നൽകുന്നത്. എന്നാൽ ആശമാരെ തൊഴിലാളികളായി പോലും കണക്കാക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. 1200 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. കേരളം ആശാ വർക്കേഴ്സിന് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സത്യം പറയാൻ ധൈര്യമില്ല. അവരും കേന്ദ്രത്തെ കുറ്റം പറയില്ല. അവരും BJPക്ക് വേണ്ടിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ഡോക്ടർ വി ശിവദാസൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.